കാസർഗോഡ് പടന്നക്കാട് 8 വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം തയ്യാറാകുന്നു. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. എസ് കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സ്പോട്ടിലാണ്. അതായത് ഇന്നലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കുട്ടിയെ ലഭിച്ച ആ സ്പോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പോലീസ് നായ ഇന്നലെ മണം പിടിച്ച് ആ ഭാഗത്തോടെ നമുക്ക് മുന്നിൽ കാണുന്ന വയലിലൂടെയൊക്കെയാണ് ഇന്നലെ പ്രതിക്കായി തെരച്ചിൽ നടത്തിയത്. എന്തായാലും പോലീസ് വലിയ ജാഗ്രതയോടുകൂടി തന്നെ ഈ കേസ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. നോർത്ത് DIG ഈ കാഞ്ഞങ്ങാട് തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. SP അല്പസമയം മുൻപ് ഇവിടെ വന്ന് പോയിരുന്നു. 4 ഡിവൈഎസ്പിമാർ ഈ ഒരു സംഘത്തിലുണ്ട്, പ്രത്യേക സംഘത്തിലുണ്ട്. CIമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇന്നലെ രാത്രിയും നാട്ടുകാരും പോലീസുമൊക്കെ ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടത്തിയിരുന്നു. എന്തായാലും പ്രതിയെ 24 മണിക്കൂർ പിന്നിട്ടു. പോലീസ് ജാഗ്രതയോടുകൂടി തന്നെ കേസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രതിയെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രദേശവാസി നമുക്കിപ്പോൾ ചേരുകയാണ്. ചേച്ചി, ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇതാ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതികരണം? ഇപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ടത്, ഇപ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോയി, അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടുന്ന നല്ല തക്കതായ നടപടി എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ഉള്ളത്. കുഞ്ഞിനെ അങ്ങനെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ പൊന്നിന് വേണ്ടിയിട്ടല്ലായിരിക്കും ഇത് കൊണ്ടുപോയത്, മറ്റേ ഇങ്ങനെ അങ്ങനെയല്ലേ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ അതിനെ കർശനമായ നടപടി. അന്വേഷണത്തിലെ വിശ്വാസമുണ്ടോ? അന്വേഷണം ശക്തമായിട്ട് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് ആളെ പിടിക്കാത്തത് കൊണ്ട് നമുക്കൊരു വിഷമം തന്നെ. അത് കിട്ടിയാലേ ഞങ്ങൾക്ക് ഒരിതില്ല. ഞങ്ങളും അതിൻ്റെ കൂടെ സഹകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലത്. ഞങ്ങൾക്കും എന്തായാലും നാട്ടുകാരുടെയും സഹകരണം പോലീസിന് വലിയ രീതിയിലുണ്ട്. നല്ല ശക്തമായ ഒരു അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. DIG തന്നെ പ്രദേശത്തെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നു. SP ഈ പ്രദേശത്ത് തന്നെ ഇന്ന് രാവിലെയും ഈ പ്രദേശത്ത് എത്തിയിരുന്നു. സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. ശക്തമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ നാട്ടുകാർക്ക് ഇപ്പോഴും ആശങ്കയുണ്ട് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് ഈ വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന, അതായത് മുത്തച്ഛനൊപ്പം കിടന്നിരുന്ന ആ 8 വയസ്സുകാരിയെ വീട്ടിൽ നിന്ന് ഈ പ്രതി തട്ടിക്കൊണ്ടുപോകുന്നു. തുടർന്ന് കുട്ടിയുടെ സ്വർണ്ണാഭരണം മോഷ്ടിക്കുന്നു, കുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നു. എന്തായാലും നാട്ടുകാർ വലിയ തോതിലുള്ള ഒരു ഭീതിയിലാണ് ഈ പ്രദേശത്തുള്ളത്. SK. ഓക്കെ, താങ്ക് യു. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ പ്രതിയെ എത്രയും പെട്ടെന്ന് പിടിക്കാൻ കഴിയട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം.